ഒരു നാട്ടിലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കാര്യമായ പണിയൊന്നും എടുക്കാതെ അധ്വാനിക്കാതെ അലസമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. ഒരു ദിവസം ആള് ഒരു ആപ്പിൾ തോട്ടത്തിൽ കയറി ആപ്പിൾ കക്കാൻ വേണ്ടി ശ്രമിച്ചു. ആപ്പിൾ കക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നാട്ടുകാരനാരോ കണ്ടു. അദ്ദേഹം ഓടി. ആപ്പിൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ആപ്പിൾ പിടിക്കപ്പെടും തോന്നിയപ്പോൾ അദ്ദേഹം ഓടി കാട്ടിലേക്ക് കയറി പതുങ്ങി മുന്നോട്ട് പോകുമ്പോൾ, കുറേ മുന്നോട്ട് പോയപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരു ചെന്നായിയെ കണ്ടു. ആ ചെന്നായിയുടെ 2 കാലുകളും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. 2 കാലില്ലാത്ത ചെന്നായി എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചെറുപ്പക്കാരൻ വായിൽ മാംസകഷ്ണവുമായിട്ടൊരു സിംഹം വരുന്നത് ശ്രദ്ധിച്ചു. ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചെറുപ്പക്കാരൻ ആകാംക്ഷയായി. 2 കാലില്ലാത്ത ഈ ചെന്നായിയെ തീർച്ചയായിട്ടും സിംഹം പിടിച്ച് അകത്താക്കും. എങ്ങനെയാണ് ഈ 2 കാലില്ലാത്ത ചെന്നായി രക്ഷപ്പെടുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഭയപ്പാടോടുകൂടി ഈ ചെറുപ്പക്കാരൻ മരത്തിൻ്റെ മുകളിൽ കയറി. ചെന്നായിക്ക് മരത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല, കാലില്ല. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തടുത്ത് വന്ന സിംഹം തൻ്റെ വായിൽ കടിച്ചു വെച്ചിരിക്കുന്ന മാംസകഷ്ണം ഈ ചെന്നായിക്ക് ഇട്ടുകൊടുത്തു. ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു. 2 കാലില്ലാത്ത ചെന്നായിക്ക് വേണ്ടിയിട്ട് എത്ര മനോഹരമായിട്ടാണ് ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചിന്തിച്ചു. സിംഹം അങ്ങോട്ട് പോയതിന് ശേഷം അദ്ദേഹം നടക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് എനിക്ക് ഇതേമാതിരി ഒരു പ്ലാന്, ഒരു പദ്ധതി ദൈവം ഉണ്ടാക്കിയിട്ടില്ല, ഞാനും കാത്തിരിക്കും എന്ന് കരുതിയിട്ട് 2 ദിവസം ഈ ചെറുപ്പക്കാരൻ ഒന്നും ചെയ്യാതെ തനിക്ക് വേണ്ടി ആരെങ്കിലും ഭക്ഷണം കൊണ്ടുതരും എന്നുള്ള ആഗ്രഹത്തോടെ ഇരുന്നു. 2 ദിവസം മുഴുവനായിട്ട് ഇരുന്നതിന് ശേഷവും ആരും ആ ചെറുപ്പക്കാരന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തില്ല. ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് അദ്ദേഹം നടന്ന് ജ്ഞാനിയായൊരു മനുഷ്യൻ്റെ അടുത്തെത്തി. ജ്ഞാനിയായ മനുഷ്യനോട് കഥകളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ആ 2 കാലില്ലാത്ത ചെന്നായിക്ക് ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ എനിക്ക് എന്തുകൊണ്ട് ഒരു പദ്ധതി ദൈവം കണ്ടിട്ടില്ല, എനിക്ക് വേണ്ടി പദ്ധതി എന്തുകൊണ്ട് അവതരിപ്പിച്ചിട്ടില്ല എന്ന് ജ്ഞാനിയോട് ചോദിച്ചപ്പോൾ ജ്ഞാനി പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ദൈവം നിനക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ പദ്ധതി പക്ഷെ നീ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് നീ സിംഹമായിട്ട് ഇരിക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. പക്ഷേ നീ കണക്ക് കൂട്ടിയത്, നീ മനസ്സിലാക്കിയത് ചെന്നായിയായിട്ട് ഇരിക്കാനാണ് ദൈവം എനിക്കുണ്ടാക്കിയിരിക്കുന്ന പദ്ധതി എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അതിന് പകരം നീ സിംഹമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞു. ചെറുപ്പക്കാരൻ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി. നമുക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് ഒരു മാജിക്കിലൂടെ എല്ലാം സംഭവിക്കുന്നതല്ല. നാം ശ്രമിക്കേണ്ട സംഗതികളെല്ലാം ശ്രമിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു പദ്ധതി, ദൈവം ഉണ്ടാക്കി വച്ചിരിക്കുന്ന പദ്ധതി, അത് അവതരിപ്പിക്കപ്പെടും, അത് നിങ്ങൾക്ക് നന്നായിട്ട് ഭവിക്കും എന്നുള്ളതാണ് ഈ കഥയിൽ നിന്ന് നമുക്കുള്ള പാഠം.